ഇസ്രയേലിൽ ഛത്രപതി ശിവജി മഹാരാജാവിന്റെ പ്രതിമ സ്ഥാപിക്കും. പദ്ധതി പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ഇസ്രയേൽ കോൺസുലേറ്റ് ജനറൽ. ഇസ്രയേലിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലാകും കൂറ്റൻ പ്രതിമ സ്ഥാപിക്കുക. ഇസ്രയേലിന്റെ ചരിത്രപരമായ തീരുമാനത്തിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് വലിയ ചരിത്രം. ഇസ്രയേലിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതെ, ഇന്ത്യ ഇസ്രയേൽ സൗഹൃദത്തിന്റെ പ്രതീകമായി ഇസ്രയേലിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമയാണ് വരാൻ പോകുന്നത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സാംസ്കാരിക നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ ഭാഗമായാണ് ഈ കൂറ്റൻ പ്രതിമ ഉയരാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. മറാഠ സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമയാണ് ഇസ്രയേലിലെ പ്രമുഖ നഗരത്തിൽ ഉയരാൻ പോകുന്നത്. ശിവരാജ്യാഭിഷേക ദിനത്തോടനുബന്ധിച്ചാണ് മുംബൈയിലെ ഇസ്രയേൽ കോൺസൽ ജനറൽ യാനിവ് ഈ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ശരിക്കും ഇസ്രയേലിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ചും ശിവജി മഹാരാജിന്റെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഈ സ്മാരകം വഴി സാധിക്കും. പ്രതിമ സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട മികച്ചൊരു കലാകാരനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. മഹാരാഷ്ട്രയുടെ ചരിത്രവും ഇസ്രയേലിലെ ജൂത സമൂഹവും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി നടക്കുന്നത്. അതിനാൽ ഈ പദ്ധതി വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ്. 17-ാം നൂറ്റാണ്ടിൽ ശിവജി മഹാരാജിന്റെ സൈന്യത്തിലും മറാഠ നാവികസേനയിലും കൊങ്കൺ തീരത്തു നിന്നുള്ള ബെനെ ഇസ്രയേലി ജൂത വിഭാഗത്തിലെ നിരവധി സൈനികർ ഉന്നത പദവികൾ നിലവിൽ ശിവജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ റഫറൻസുകൾ നൽകാനും കലാപരവും രൂപകൽപ്പനാപരവുമായ കാര്യങ്ങളിൽ കൺസൾട്ടേഷനായി സഹകരിക്കാനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ഇസ്രയേൽ കോൺസൽ ജനറൽ ഔദ്യോഗികമായി സഹായം തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപ്രധാനമായ ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരമൊരു മാറ്റം എന്നതും ഏറെ നിർണായകമായ ഒന്നു തന്നെയാണ്. ഇസ്രയേൽ സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ഈ സാംസ്കാരിക നീക്കമെന്നും മനസ്സിലാക്കുന്നു. കൂടാതെ ശിവജി മഹാരാജിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഹീബ്രു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനും പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. എന്തായാലും ഇസ്രയേലിന്റെ ഈ ആവശ്യത്തിന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ ഈ ദൗത്യത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഭിമാനകരവും ചരിത്രപരവുമെന്നാണ് ഈ വാർത്തയെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത്. ഏതാണ്ട് 350 വർഷങ്ങൾക്ക് മുമ്പ് 1974 ജൂൺ 6-നായിരുന്നു ശിവാജി മഹാരാജിന്റെ പട്ടാഭിഷേകം നടന്നത്. ജൂതന്മാർ പുറം ലോകത്ത് നിന്ന് ഭീഷണികൾ നേരിടുന്ന കാലത്ത് പീഡനങ്ങൾ നേരിടാതെ അവർ താമസിച്ചിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ത്യയിലെ ഈ ചരിത്രം ഇനി ഇസ്രയേലിലും അറിയപ്പെടും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.